ഞാൻ ഉച്ചക്ക് എങ്ങനെ വരുവാണ്? ഉച്ചയ്ക്ക് വരാൻ ഒരു പാടിയിലാണ്. എനിക്ക് പറ്റുന്നില്ല, എന്തൊരു വെയിലാന്ന് അറിയാവോ? ഈ വെയിലത്ത് നിങ്ങളൊന്നും കോളേജിൽ പോകാതിരിക്കുക. കോളേജിലല്ല, ഐ മീൻ പുറത്തോട്ടൊക്കെ പോകുമ്പോഴും എന്തെങ്കിലും അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് പോവുക. പിന്നെന്താ, പിന്നെ ഞാൻ പല്ലൊക്കെ തേച്ച് കേട്ടോ. പല്ലൊക്കെ തേച്ചിട്ടാണ് ഞാൻ കാപ്പി കുടിക്കുന്നത്. കാപ്പിയല്ല, കട്ടൻ ചായ കുടിക്കുന്നത്. ഇനി ഞാൻ മുഖം കഴുകാമെന്ന് വിചാരിച്ചു. ഞാൻ രാവിലെ എണീക്കുമ്പോഴേ മുഖം ഒന്നും കഴുകത്തില്ല കേട്ടോ. ഞാൻ കാപ്പിയൊക്കെ കുടിച്ചൊന്നും ഇതായിട്ട് ഞാൻ മുഖമൊക്കെ കഴുകത്തുള്ളൂ. ഞാൻ മുടി ഇങ്ങനെ പിന്നെ ആയിട്ടേക്കുന്നത്. ഞാൻ കൂടുതലും മെടഞ്ഞ് കെട്ടാറാണ് പതിവ്. അപ്പോൾ ഞാൻ മെടഞ്ഞ് കെട്ടിയത് ഇങ്ങനെ മണ്ടക്കോട്ട് ക്ലിപ്പിട്ടിട്ട് ഞാൻ മുഖം കഴുകി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോഴത്തേക്കും ഞങ്ങളുടെ അമ്മ അടുക്കളയിലുണ്ട്. ഞാൻ അടുക്കളയിൽ നിന്നാട്ടോ കൂടുതലും മുഖമൊക്കെ കഴുകുന്നത്. എല്ലാം ഞാൻ മിക്കവാറും അടുക്കളയിൽ നിന്നിട്ടായിരിക്കും. തലയിൽ എണ്ണ തേക്കുന്നതും എല്ലാം ഞാൻ അടുക്കളയില്ല. ഞങ്ങളുടെ അടുക്കള എന്ന് പറഞ്ഞാൽ കുഞ്ഞടുക്കളയാണ്. 3 പേർക്ക് നിൽക്കാം, അത്രേ ഉള്ളൂ. ഭയങ്കര കുഞ്ഞി അടുക്കളയാണ് ഞങ്ങളുടെ അടുക്കള. അതുകൊണ്ട് ഇത്രയും സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്നത്. എന്തോ അമ്മ എന്നെ ട്രോൾ ചെയ്ത് എന്തുവാന്ന് ഞാൻ മറന്നുപോയി. അത് കഴിഞ്ഞ് ഞാൻ ഈ വെറുതെ ചുമ്മാ ഇങ്ങനെ വെക്കുമല്ല കേട്ടോ. ആ ടോവലിൻ്റെ അകത്തിൽ ഐസ് ക്യൂബ്സ് ഉണ്ട്. ഐസ് ക്യൂബ്സ് നമ്മൾ മുഖത്ത് വെക്കുന്നത് നല്ലതാണ്. ഒത്തിരി നമ്മുടെ പഫ്നെസ് ഒക്കെ ഉണ്ടല്ലോ, രാത്രിയിൽ ഉറങ്ങിയിട്ട് രാവിലെ എണീറ്റ് കഴിയുമ്പോൾ കണ്ണിൻ്റെ ഇടയിലുണ്ടാകുന്ന ആ ഒരു വീർപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറും. അതേപോലെ നമ്മുടെ മുഖത്തെ മുഖക്കുരുവൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് ചുങ്ങിപ്പോകും. പിന്നെ നല്ലൊരു ഗ്ലോയും കിട്ടും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ നമ്മൾ മുഖത്തിനെയൊക്കെ ഒന്ന് തണുപ്പിക്കുന്നത് നല്ലതാട്ടോ. ഇനി ഐസ് ക്യൂബ്സൊക്കെ വെച്ച് കൊടുക്കാം. ഇനി പോയി കുളിക്കാം. ഞാൻ തല കഴുകുന്നില്ല, വൈകിട്ട് വരുമ്പോഴത്തേക്കിന് ഞാൻ കോളേജിൽ പോവാണ്. അപ്പോൾ വൈകിട്ട് വരുമ്പോഴത്തേക്കിന് നല്ലതായിട്ട് വിയർക്കും. പിന്നെ രാവിലെയും തല കഴുകി വൈകിട്ടും തല കഴുകേണ്ട ആവശ്യമില്ലല്ലോ. ഇനി രാവിലെ തല കഴുകുന്നില്ല, ഇപ്പം തന്നെ നല്ല ചൂടുണ്ട്. ഈ രാവിലേക്ക് ഇത്ര ചൂടായിരിക്കും എങ്ങനെയാ അല്ലേ? അപ്പോൾ പോയി മീൻ കഴുകിയിട്ട് വരാം. ബൈ. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ കുളിച്ചിട്ട് വന്നു, ഡ്രസ്സ് മാറി. സമയമില്ല, 8:30 9 മണിയാകുമ്പോഴത്തേക്കിന് ഞാൻ ഇവിടുത്തെ സ്റ്റോപ്പിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ബസ് കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര ശോകമാണ് ഇവിടെ ബസ്. അതുകൊണ്ട് നേരത്തെ പോകണം. അപ്പോൾ പെട്ടെന്ന് പറയാം. എന്താ, ഓക്കെ, ഞാൻ കുളിച്ചിട്ട് വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, കുളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എൻ്റെ ഫേസ് വാഷ് കാണിച്ചു തരാം. എൻ്റെ ഫേസ് വാഷ് ഇതാണ്, ഓർഗാനിക് ഹാർവെസ്റ്റിൻ്റെ ഓയിൽ കൺട്രോൾ ഫേസ് വാഷ്. ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ഫേസ് വാഷാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏത് ഫേസ് വാഷ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ മുഖത്ത് കുരുവൊക്കെ ഇങ്ങനെ പൊങ്ങുമായിരുന്നു. ഇപ്പം ഞാൻ ഇതിട്ടതിന് ശേഷം എൻ്റെ മുഖത്ത് ആ വന്ന കുരുവും ഇങ്ങനെ താന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ട് വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൊഡക്റ്റാണിത്. ഇത് ഞാൻ സ്മിറ്റ് ആൻഡ് ട്രയൽ പാക്കിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇപ്പം ഞങ്ങളുടെ ഇവിടോട്ട് ഇവരുടെ ഡെലിവറി ഇല്ല. അതാണ് ഞാനിപ്പോൾ വിഷമിച്ചിരിക്കുന്നത്. ഞാൻ ഈ കുറേ പ്രൊഡക്റ്റ് നോക്കാമായിരുന്നല്ലോ. പിന്നെ ഞാനങ്ങനെ ക്രീമൊന്നും യൂസ് ചെയ്തില്ല. ഞാൻ ഏറ്റവും കൂടുതൽ സ്മിറ്റണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് ലിപ്സ്റ്റിക്കും ഫേസ് വാഷുമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അത് രണ്ടോ വാങ്ങുന്നത്. അത് ഞാൻ യൂസ് ചെയ്യാറുള്ളൂ അങ്ങനെ. ഓക്കെ, അപ്പം ഞാൻ പെട്ടെന്ന് പോയി തലമുടി കെട്ടണം, ഒരുങ്ങണം. അപ്പം നമുക്ക് പോയി എല്ലാം ചെയ്തിട്ട് വരാം. ഇത് ഗ്ലിമ്മർ എന്ന് പറയുന്ന കമ്പനിയുടെ കേട്ടോ. നാച്ചുറൽ അലോവേര ജെല്ലാണ്. മോയ്സ്ചറൈസിങ് ആൻഡ് സൂത്തിങ് ഫോർ ഓൾ സ്കിൻ ടൈപ്പ്. നല്ല സുഖമായിട്ടോ ഇത് തേച്ച് കഴിയുമ്പോൾ നല്ല സുഖമായിട്ടോ. ഡയറക്റ്റായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് തന്നെ എന്തോ പോലെയാണ്. അല്ലെങ്കിൽ തന്നെ മോയ്സ്ചറൈസർ ഇട്ടിട്ട് വേണം നമ്മളിപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ. അതുകൊണ്ട് ഞാനെപ്പോഴും മോയ്സ്ചറൈസർ ഇട്ടിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാറുള്ളൂ. മാമ എർത്തിൻ്റെ കേട്ടോ, അൾട്രാ സൺലൈറ്റ്.
ചെറുതായിട്ട് അമ്പത്തിനാല്. ബാക്കിയുള്ളൊന്നും എടുക്കാൻ പറ്റില്ല ഗൈസ്. പെട്ടെന്ന് ഞാൻ എന്തോ ഒരു മുട്ടയും ഒരു പാലും, ഒരു ഗ്ലാസ് പാലും ഒരു മുട്ടയും കഴിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങി. അയ്യോ, എന്ത് സ്പീഡിൽ നടന്നാലും ഇവിടെ ചെല്ലത്തുള്ളൂ അറിയാമോ. വന്നപ്പോൾ ബസ്സൊന്നും വന്നില്ല. പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ ബസ് കിട്ടി, KSRTC ബസ് കിട്ടി. പിന്നെ അതിലൊക്കെ ഇങ്ങനെ കയറി ഞങ്ങൾ ഹരിപ്പാട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഹരിപ്പാട്ടിൽ ചെന്നിട്ട് വേറെ ബസ് കയറിയിട്ട് വേണം എൻ്റെ കോളേജിലോട്ട് പോകാൻ. ഗൈസ്, ഇതാണ് ഞങ്ങളുടെ കോളേജിൻ്റെ വഴി ഗൈസ്. ഇനി കുറച്ചുകൂടെ നടന്ന് കഴിയുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ ചെല്ലും. ഏറ്റവും മണ്ടക്കത്തെ നിലയില്ല എൻ്റെ ക്ലാസ്. ചൂടെടുത്ത് ചാകും ഗൈസ്, വയ്യ ഗൈസ്. എന്തിനാണ് ഗൈസ് ഈ സൺസ്ക്രീനൊക്കെ ഇടുന്നത്? ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കിന് എല്ലാം ഒലിച്ചു പോകും. ഇത് ഇവിടുത്തെ ഒലിക്കുവാണ് ഗൈസ്. കാണാമോ? ഭയങ്കരമായിപ്പോയി ഗൈസ്, ഭയങ്കരമായിപ്പോയി ഗൈസ്. ഇപ്പോൾ അഞ്ജലി വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.